അതിൻ്റെ കൂടെ ലേശം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി ഇച്ചിരി, 1 സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇവനെ ഒന്ന് തിരുമ്മി ഒരു 5 മിനിറ്റ്, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്നായി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിലൊക്കെ കപ്പ കൊള്ളി വറക്കിയല്ലേ അതുപോലെ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചേന ഫ്രൈ ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചേന ഫ്രൈ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം.